നമസ്തേ. സുഭാഷിതം. വസ്ത്രമുഖ്യമലങ്കാരം ഘൃതമുഖ്യം ഭോജനം ഗുണമുഖ്യന്തു നാരീണാം വിദ്യാമുഖ്യാസ്തു പണ്ഡിതാഃ. ഇവിടെ അർത്ഥം പറയുന്നത്, അലങ്കാരത്തിന് മുഖ്യം വസ്ത്രമാണ്, ഭക്ഷണത്തിന് മുഖ്യം നെയ്യ്, സ്ത്രീകൾക്ക് മുഖ്യം ഗുണബുദ്ധി, വിദ്വാൻമാർക്ക് മുഖ്യം വിദ്യ എന്നറിയും. ഓരോ കാര്യങ്ങളും ഇവിടെ സൂചിപ്പിക്കുമ്പോൾ എന്താണ് നമ്മുടെ മുഖ്യമായ വിഷയങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് ചെറിയ ഉദാഹരണമാണ് ഇന്നത്തെ സുഭാഷിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അലങ്കാരം മുഖ്യമാണ്, വസ്ത്രമാണ് മുഖ്യം. അപ്പം വൃത്തിയുള്ള വസ്ത്രധാരണം, നല്ല നിലവാരത്തിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ വസ്ത്രധാരണം ചെയ്യുമ്പോൾ അവിടെ അലങ്കാരം ആണ് നല്ല ഒരു അലങ്കാര ചമയം എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. വസ്ത്രമാണ് അതിനകത്ത് മുഖ്യമായ ഘടകം എന്നിവിടെ സൂചിപ്പിക്കുന്നു. പിന്നെ ഭോജനത്തിന് മുഖ്യമായത് നെയ്യാണ്, ഘൃതം. നെയ്യ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് വിഭവസമൃദ്ധമായ സദ്യ എന്ന് പറയുമ്പോൾ നെയ്യില്ലാത്ത സദ്യക്കൊരു സുഖമുണ്ടാവില്ല. അപ്പോൾ നെയ്യെന്ന് പറയുന്നത് ഭോജനത്തിന് അനിവാര്യമായ ഘടകമാണ് എന്ന് സൂചിപ്പിക്കുന്നു. സ്ത്രീകൾക്ക് ഗുണബുദ്ധി. ബുദ്ധി എന്ന് പറയുമ്പോൾ ഗുണം ചെയ്യണം, അതായത് വേണ്ട വിധം വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് വേണ്ടപ്പോൾ വേണ്ടതുപോലെ തോന്നാനുള്ള ആ ബുദ്ധി, അതാണ് ഗുണമെന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഉള്ള ഗുണബുദ്ധി ആണ് സ്ത്രീകളുടെ അലങ്കാരമായി പറയുന്നത്. അല്ലാതെ നമ്മൾ പറയുന്നത് പോലെ ഈ വലിച്ചു വാരി ഒരുങ്ങുന്നതല്ല മുഖ്യം. എന്താണ് സ്ത്രീകളുടെ മുഖ്യമായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഗുണബുദ്ധിയാണ്. പിന്നെ പറഞ്ഞ വിദ്വാൻമാർക്ക് മുഖ്യമായത് വിദ്യ തന്നെയാണ്. ഒരു വിദ്വാൻ എന്ന് പറയണമെങ്കിൽ വിദ്യ ഉള്ളവരെ നമ്മൾ വിദ്വാൻ എന്ന് പറയും. അപ്പം വിദ്യയാണ് മുഖ്യമായ ഘടകം. അങ്ങനെയാണ് ഈ സുഭാഷിതം നമ്മളെ വ്യക്തമാക്കുന്നത്. നമസ്തേ.